ഫ്രണ്ട്സ്, നമുക്കിന്ന് ബിരിയാണി ആക്കുന്നത് ഞായറാഴ്ചയാണ്. നമ്മളിന്ന് ബിരിയാണി ആക്കുക. ഇത് നമ്മൾ ധന്യെന്ന് വിളിച്ചിട്ട് ഇത് ബിരിയാണി കിറ്റ്. ഞാൻ തന്നെ മസാലയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ട്. നമുക്കിത് പൊട്ടിച്ചതിനുള്ള മസാലകൾ എന്താണ്? 1 കിലോയുടെ പാക്കറ്റാണ്. ചെറിയ അരിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാല കൂട്ടുകളും കിട്ടിയിട്ടുണ്ടോ. ഇത്ര നമുക്ക് അതിനോടുള്ള കൂട്ട്. പിന്നെ ഒരു പാക്കറ്റ് നെയ്യും, പിന്നെ അച്ചാറും ഉണ്ട്, ചെറിയൊരു പാക്കറ്റ്. ഇത് ഇത്രമാണ്. നമുക്കിനി അരി ഇതൊരു കുറച്ച് സമയം അരി വെള്ളത്തിനകത്ത് കുതിർത്തെടുക്കാം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അരി ഇതാ കുതിർക്കായിട്ടിട്ട് കുറച്ച് സമയമായി. നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം അത്ര നല്ല രീതിയിൽ അത്യാവശ്യം നമുക്ക് കുതിർന്നിട്ടിട്ടുണ്ട്. ഞാൻ കഴുകിയതിന് ശേഷമാണ് അരി കുതിർക്കായിട്ടത്. നമുക്കിനി വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിടാം. വെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അരി ഇടുന്നതിനെ കിട്ടുമ്പോൾ നാരങ്ങ നീരും, അരമുറി നാരങ്ങ നീരും, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അടുപ്പിലാണ് വെക്കുന്നത്. അതാണ് ഇത്ര പോകാം. ബിരിയാണിക്കുള്ള ഉള്ളിയാണ് 4 എടുത്തിട്ടുണ്ട്. ഞാൻ ഇതാണ് കരിഞ്ഞെടുക്കുന്നത്. നമുക്കിതിന് എണ്ണ ഇട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്കട ഉപ്പും ഇട്ട് വഴറ്റുക. പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴങ്ങി വെക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ബിരിയാണി റെഡിയായി. നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് റെഡിയായി കിട്ടി. കറിയും ബിരിയാണിയും കൂടെ അങ്ങോട്ട് നല്ല രീതിയിലോട്ട് മിക്സാക്കി എടുക്കണം. അത് കാണുമ്പോഴേ എന്നാ കൊതിയാണെന്ന് പറയാം. ഒരു രക്ഷയില്ല കേട്ടോ സംഭവം. അത്രയ്ക്കും രുചിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുകയും ചെയ്യാം. പുറത്ത് നമ്മൾ നല്ല റേറ്റാവും ബിരിയാണി. പിന്നെ നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ട് ആരും കണ്ടിട്ടില്ലാത്തവർ കാണുകയും ചെയ്യണം. നമുക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപാര രുചിയാണ്. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് പറയാൻ മറുപടികളില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.